പടം നല്ല മൂവി, ഒരു ക്ലീൻ മൂവി. അതെ അതെ എൻഗേജിങ് ആയിരുന്നു. നല്ല മൂവി ആയിരുന്നു. ഐ റെക്കമെൻഡ് അതേഴ്സ് ടു സീ. നല്ലൊരു ക്ലീൻ മൂവി ആയിരുന്നു. അയ്യോ, അത് അവസാനിക്കുന്ന അറിയില്ല. അത് ഇന്റർവെൽ അത് അറിഞ്ഞില്ല, അതുപോലെ അവസാനിക്കുന്ന അറിഞ്ഞില്ല. ശരിക്കും പോലീസിന്റെ റിയൽ സ്റ്റോറി. കറക്റ്റ് അതന്നെ. ഓക്കെ, താങ്ക് യു. വർക്കായി സൂപ്പറാണ്, അടിപൊളി സിനിമ. ആരെങ്കിലും പറയാം, വന്ന് കാണാൻ പറയാം. അത്രയ്ക്കും നല്ല സിനിമയാണ്. അടുത്ത കാലത്ത് നല്ല സിനിമ കണ്ടല്ല. റിയലിസ്റ്റിക്. അതെ അതെ, കാലഘട്ടങ്ങളെല്ലാം യോജിച്ച് വരുന്നുണ്ട്. എന്തായാലും കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. നല്ല പടമാണ്. അവസാനത്തെ ആ ഒരു പിന്നെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കാതെ വളരെ നല്ലതാണ്. വളരെ നല്ല സിനിമ. അതായത് പോലീസ് ജീവിതത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, അയാൾ ഏതെല്ലാം തലങ്ങളിലൂടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാലും ചിലപ്പോൾ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കിട്ടാത്ത സപ്പോർട്ടുകൾ അത് അയാളെ എത്രമാത്രം പ്രതിസന്ധിയിലാക്കുന്നുവെന്നും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അയാൾ കണ്ടെത്തുന്ന ആ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തുന്ന ആ തെളിവുകൾ അയാളെ നയിക്കുന്നതും അയാൾ അതിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണ ത്വരയാണ് ഈ സിനിമ. തീർച്ചയായിട്ടും വളരെ നല്ല സിനിമ തന്നെയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അഭിമാനം തോന്നിയ ഒരു സിനിമ തന്നെയാണ്. ആ കാലഘട്ടത്തിലും ഈ പറഞ്ഞ പോലുള്ള ഈ തീം എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ എത്തിക്കാനായിട്ട് ഈ കഥക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു ഹിറ്റ് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഞങ്ങൾ പോലീസ് കുടുംബങ്ങൾ, ഞങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ പോലീസുകാരാണ് കൊച്ചി സിറ്റിയിലെ. ഞങ്ങൾക്കറിയാം ആ ഒരു ട്രീറ്റ് ഏത് രീതിയിലാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ വളരെ ഹാപ്പിയാണ്. വളരെ നല്ലൊരു പടമാണ്. അസലായിട്ട് നന്നായിട്ടുണ്ട്. പോലീസ് വേഷങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ ടോവിനോയ്ക്ക് ഇനിയും കഴിയും. നന്നായിട്ടുണ്ട്. ആളുകളെല്ലാം പിടിച്ചിരുന്ന സിനിമയാണ്. നന്നായി. പോലീസ് അങ്ങനെയല്ല, നല്ല സൂപ്പറാണ്. ടൊവിനോ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കണ ലാസ്റ്റ് അതിൻ്റെ ഇതുവരെ നമ്മൾ പ്രതീക്ഷിക്കണതല്ല, ട്വിസ്റ്റ് ഭയങ്കരമാണത്. പിന്നെ സൂപ്പറായിട്ട് ഔദ്യോഗിക ജീവിതത്തിനിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ടെൻഷൻ, ഇതെല്ലാവരും ആരും മനസ്സിലാക്കണില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഫാമിലി വന്നു കഴിയുമ്പോൾ അവർക്കത് ഒരു സിനിമയിലൂടെ ഒന്ന് മനസ്സിലാകുമെന്ന് പറഞ്ഞാൽ വലിയൊരു അനുഭവമാണല്ലോ. ആ കാര്യത്തിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മിക്ക ഫൈനൽ കേസുകളുടെ അവസാനം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്ര കാര്യങ്ങൾ വരാറുണ്ട്. നമ്മൾ മിക്ക ഓഫീസേഴ്സ് സംഭവിച്ചിട്ടുണ്ട്. പല ക്രൈമും എത്തിച്ചേർന്ന ഒരു ഇതുണ്ട്. നല്ല സ്റ്റോറി ആയിരുന്നു. അതുപോലെ ടോവിനോയാണെങ്കിലും എല്ലാം വെരി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര റേഞ്ചാണ്. ഞാൻ ആ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഫിലിംസ് കാണാറുണ്ട്. എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സ് പോയത് അങ്ങോട്ടാണ്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ ഫിലിം ഫെസ്റ്റിവലിൽ അദ്ദേഹത്തിൻ്റെ പടം ഉണ്ടായിരുന്നു. ആ പടത്തിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു റേഞ്ചായിരുന്നു ടോവിനോ സാറിൻ്റെ പ്രകടനം. നല്ല ഇതായിരുന്നു. അപ്പോൾ അദ്ദേഹം കൈയടക്കത്തോടെ ചെയ്തിട്ടുണ്ട് ശരിക്കും. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റും, അരിശ്രീ സാറാണെങ്കിലും മധുപാൽ സാറാണെങ്കിലും ചെറിയ രംഗങ്ങളാണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഒരു സന്തോഷമായി പോയത്.